മൈക്രോബയോം, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഈ മേഖലകളിൽ ഓരോ മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള നടപടികളും നാം സ്വീകരിച്ചു പോവുകയാണ്. ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിനു പുറമെ 3 സയൻസ് പാർക്കുകൾ ഓരോന്നിനും 200 കോടി രൂപ വീതം ചെലവിട്ടുകൊണ്ട് സ്ഥാപിക്കാനാണ് നാം നടപടികൾ സ്വീകരിക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ സംസ്ഥാനം ആധുനിക വിജ്ഞാന ഉൽപ്പാദന കേന്ദ്രമായി മാറിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. നേരത്തെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നമ്മൾ പങ്കാളിത്തം വഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഹാർഡ്വെയറിലും സോളാർ പാനലിലും ലിഥിയം ബാറ്ററിയിലുമെല്ലാം ഉൽപ്പാദനം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ നാം സ്വീകരിച്ചു വരികയാണ്. കേരളത്തെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്നൊരു ധാരണ നമ്മുടെ നാട് വ്യവസായത്തിന് അത്ര കണ്ട് പറ്റിയ നാടല്ല എന്നുള്ളതാണ്. അതിന് പ്രധാന കാര്യം ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം അത് കേരളത്തിൽ ഇല്ല. രാജ്യത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട കണക്കുകളെടുത്താൽ നാം വളരെ പിറകിലായിരുന്നു. ഇത് മാറ്റാനുള്ള ശ്രമം 2016 LDF സർക്കാർ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി വ്യവസായികളായിട്ടുള്ളവരുടെ തന്നെ യോഗങ്ങൾ ഒന്നിലധികം തവണ ചേർന്നു. ബന്ധപ്പെട്ടവരുമായി എല്ലാം ചർച്ച ചെയ്യുന്നതിനുണ്ടായി. അവരുടെയെല്ലാം അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഈ രംഗത്ത് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് എന്തെല്ലാം മാറ്റങ്ങൾ വേണ്ടതുണ്ടോ ആ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചു. അതിലൊന്ന് നിയമങ്ങളിൽ മാറ്റം വേണമായിരുന്നു. മറ്റൊന്ന് അതിൻ്റെ ഭാഗമായുള്ള ചട്ടങ്ങളിൽ മാറ്റം വേണ്ടതുണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു മാനസിക ഘടന അത് അത്ര കണ്ട് അനുകൂലമായിരുന്നില്ല. അപ്പോൾ ആ മാനസിക ഘടനയിലും മാറ്റം വരേണ്ടതുണ്ടായിരുന്നു. അതിനുള്ള വ്യത്യസ്ത തരത്തിലുള്ള ബോധവൽക്കരണ നടപടികൾ സ്വീകരിച്ചു. ഇതിൻ്റെയെല്ലാം ഭാഗമായി നല്ല മാറ്റം പൊതുവെ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ നമ്മുടെ സംസ്ഥാനമാണ് ഇന്ത്യ രാജ്യത്ത് ടോപ്പ് അച്ചീവിംഗ് പദവി നേടിയത്. രാജ്യത്ത് 1-ാം സ്ഥാനം നമുക്ക് നേടാനായി. ഇപ്പം നേരത്തെ 2016 നമ്മുടെ വ്യാവസായിക വളർച്ച 12% ഇപ്പോഴത് 17% എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. മാനുഫാക്ചറിങ് സെക്ടർ 2016 9.8% കേരളത്തിൻ്റെ സംഭാവന. പക്ഷേ ഇപ്പോഴത് 14% ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംരംഭക വർഷ പദ്ധതി ഇത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ ബെസ്റ്റ് പ്രാക്ടീസായിട്ടാണ് കണ്ടത്. MSME മേഖലയിലെ രാജ്യത്തുള്ള ബെസ്റ്റ് പ്രാക്ടീസ് ഈ പദ്ധതിയാണ് എന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് വരെ എടുത്താൽ 3.5 ലക്ഷത്തിലധികം
സംരംഭങ്ങളാണ് കേരളത്തിൽ വന്നത്. അതിൽ 23,000 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായി. തൊഴിലവസരങ്ങൾ 7.5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ്. നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ കാര്യങ്ങൾ മാറുന്നു, ഏത് രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നു എന്നതാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. അതേസമയം നാം കൊച്ചിയിൽ വെച്ച് ഒരു നിക്ഷേപ സംഗമം നടത്തുകയുണ്ടായി. അതിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താൽപ്പര്യ പത്രമാണ് ആ കമ്പനികളും മറ്റും ഒപ്പിട്ടത്. പ്രധാനപ്പെട്ട മിക്ക കമ്പനികളും സ്ഥാപനങ്ങളും ആ സംഗമത്തിൽ പങ്കെടുത്തു. ഈ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം അവിടെ കേട്ടവിടെ വിടുകയല്ല, അത് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയാണ്. അതിനായിട്ടുള്ള ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സിംഗിൾ വിൻഡോ ക്ലിയറൻസ്, അതിനാണ് KSWIFT എന്ന പുതിയ സംവിധാനം. അതോടൊപ്പം തന്നെ വ്യവസായ സ്ഥാപനങ്ങളിൽ നടക്കുന്ന വ്യത്യസ്ത പരിശോധനകൾ, ആ പരിശോധനകളെക്കുറിച്ച് പല പരാതികൾ വ്യവസായികൾക്കുണ്ടാകാറുണ്ട്. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെ KSIS എന്ന ഒരു ഓൺലൈൻ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 9 വർഷം എടുത്താൽ വ്യാവസായിക രംഗത്ത് നല്ല പുരോഗതി നേടാൻ നമുക്ക് കഴിഞ്ഞു. വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ, നിസ്സാനെ പോലുള്ള, എയർബസിനെ പോലുള്ള കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന നിലയുണ്ടായി. ഇപ്പം നമ്മുടെ രാജ്യം ജനങ്ങളെ എടുത്താൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ് നമ്മുടേത്. ലോകരാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ അതിൽ നമ്മൾ 105-ാം സ്ഥാനത്താണ്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് രാഷ്ട്രങ്ങളേ ഉള്ളൂ. നമ്മുടെ തൊട്ടുകിടക്കുന്ന അയൽ രാഷ്ട്രങ്ങളിലൊന്നും നമ്മുടെ പിറകിലില്ല. അവരെല്ലാം നമുക്കെത്രയോ മുന്നിലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ, രാജ്യത്ത് വലിയ തോതിൽ ദാരിദ്ര്യം പെരുകുന്നു എന്നുള്ളതാണ്. ആളുകളുടെ എണ്ണം കൂടുന്നു, ആളുകളുടെ ദാരിദ്ര്യാവസ്ഥയും കൂടുന്നു. ഇതാണ് നാം രാജ്യത്തിൻ്റെ പ്രത്യേകതയായി കാണേണ്ടത്. എന്നാൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നമ്മുടെ കേരളത്തിലാണ് വിലക്കയറ്റം ഏറ്റവും കുറവായി നിൽക്കുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഇതിന് കാരണം നാം ശക്തിപ്പെടുത്തിയ നമ്മുടെ പൊതുവിതരണ രംഗം തന്നെയാണ്. പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തുക എന്നത് മാർക്കറ്റിലുള്ള ഒരു ഇടപെടലാണ്. ആളുകൾക്കതിൻ്റെ ഗുണം അനുഭവിക്കാൻ കഴിയുകയാണ്. ഇപ്പോൾ 2016 നോക്കിയാൽ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന UDF സർക്കാർ പൊതുവിതരണ രംഗത്തിന് വേണ്ടി മാറ്റിവെച്ച തുക 5242 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ LDF സർക്കാർ മാറ്റിവെച്ച തുക 10,697 കോടി രൂപയാണ്.
ഒരേ കാലയളവാണ് ഈ പറയുന്നത്. ഒരേ കാലയളവിൽ നേരത്തെ മാറ്റിവെച്ചതിനേക്കാളും ഇരട്ടിയിലധികം തുകയാണ് LDF സർക്കാർ മാറ്റിവെച്ചത്. അതിൻ്റെ ഗുണഫലമാണ് നാം അനുഭവിക്കുന്നത്. ഇപ്പോൾ വിപണി ഇടപെടലിന് മാത്രം 2024 വരെ 14,000 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മുൻഗണനാ കാർഡുകൾ 4,15 ലക്ഷത്തോളം മുൻഗണനാ കാർഡുകളാണ് സർക്കാർ ലഭ്യമാക്കിയിട്ടുള്ളത്. ഇത് രാജ്യത്തിൻ്റെ പൊതുചിത്രത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ക്രമസമാധാന രംഗമെടുത്താൽ നമ്മുടെ നാടുപോലെ ശാന്തമായ പൊതുജീവിതം പലയിടത്തും കാണാനേ കഴിയില്ല. വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഇല്ലാത്തൊരു നാടായി കേരളത്തെ നിലനിർത്താൻ നമുക്ക് കഴിയും. ഇവിടെ വൈദ്യുതി രംഗം നമ്മുടെ നാട്ടിൽ വരുന്ന വ്യവസായങ്ങൾക്ക് നല്ല ഗുണമേന്മയുള്ള വൈദ്യുതി ഉറപ്പുവരുത്തുകയാണ്. മറ്റ് പ്രയാസങ്ങളില്ലാതെ വ്യവസായങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നു. നമ്മുടെ പ്രസരണശേഷി നല്ല നിലക്ക് മെച്ചപ്പെടുത്തുന്നതിനായി 10,000 കോടി രൂപയുടെ ട്രാൻസ്ഗ്രിഡ് പദ്ധതിയാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. ഇവിടെയുള്ള ദുരിതാശ്വാസ നിധിയിലൂടെ നൽകുന്ന സഹായം 2011-16 കാലം 5 വർഷം, ആ കാലത്ത് 800 കോടി രൂപയായിരുന്നു കൊടുത്തത്. ഇപ്പോൾ ഈ 9 വർഷം എടുത്താൽ 8,500 കോടി രൂപ നൽകിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. നമ്മുടെ ചികിത്സാ ധനസഹായം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 6,80,000 പേർക്ക് ചികിത്സാ ധനസഹായം ലഭ്യമായിട്ടുണ്ട്. ഇവിടെ ക്ഷേമ പെൻഷൻ കേരളത്തിൽ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ എത്രയാണ് ക്ഷേമ പെൻഷനെന്നും കൊടുക്കുന്ന സ്ഥിതി എന്താണെന്നുള്ളത് പരിശോധിച്ചു. 600 രൂപയാണ് ആ ഘട്ടത്തിൽ കൊടുക്കാൻ കണക്കാക്കിയ തുക. പക്ഷെ അത് കടലാസിൽ മാത്രമായിരുന്നു. 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. 2016 LDFൻ്റെ ആദ്യ മന്ത്രിസഭ ആ കാര്യം പരിശോധിക്കുകയും ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് പിന്നീട് വർധനവായി 600 നിന്ന് 1,600 രൂപയിലേക്കെത്തി. ഇപ്പോൾ 60 ലക്ഷം പേർക്ക് ആ ധനസഹായം, ഈ ക്ഷേമ പെൻഷൻ നൽകുകയാണ്. ഇതിന് മൊത്തം തുക എടുത്ത് പരിശോധിച്ചാൽ 2011-16 കാലത്ത് 9,000 കോടി രൂപയാണ് ചെലവഴിച്ചിരുന്നത്. എന്നാൽ LDF സർക്കാർ 72,000 കോടി രൂപ ഇതിനായി ചെലവഴിച്ചു എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ സഹോദരങ്ങളിൽ ചിലർ ഒരു വീട് സ്വപ്നം കാണുന്നവരാണ്. ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുന്നവരാണ് പലരും. ആ സാഹചര്യം ഒഴിവാക്കി വീട് എങ്ങനെ നൽകാം, ആ ആലോചനയിൽ നിന്നാണ് ലൈഫ് മിഷൻ
നാം പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ 4.5 ലക്ഷത്തിലധികം വീടുകൾ ഇതിനകം നൽകിക്കഴിഞ്ഞു. 5 ലക്ഷമാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ബാക്കി വീടുകൾ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോൾ പട്ടയത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിലെ പട്ടയ വിതരണം ഇപ്പോഴത് 4 ലക്ഷം കടന്നു. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് വെച്ച് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പട്ടയ വിതരണം നടന്നിരുന്നത്. അപ്പോൾ 4 ലക്ഷത്തിലധികം പട്ടയങ്ങൾ LDF സർക്കാരിൻ്റെ കാലയളവിൽ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് അതിവേഗം കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ അതിദരിദ്ര കുടുംബങ്ങൾ കേരളം കണക്കാക്കിയപ്പോൾ 64,006 കുടുംബങ്ങളാണ്. അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കണ്ടു. അതിനുള്ള നടപടികൾ ആരംഭിച്ചു. നല്ല പുരോഗതി ഇപ്പോൾ അതിലുണ്ട്. അതിൻ്റെ ഭാഗമായി നവംബർ 1 കേരളം ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ഏക സംസ്ഥാനം എന്ന പദവിയിലേക്ക് എത്താൻ പോവുകയാണ്. ആ മാറ്റം എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും പങ്കുവഹിച്ചുകൊണ്ട് നല്ല നിലയിൽ പൂർത്തീകരിക്കുകയാണ്.